آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾക്ക് ജീവിതത്തിൽ പല ആളുകളും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് മക്കളുടെ വിഷയത്തിൽ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം ഏറെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, നമ്മൾ വിചാരിക്കും ഭൗതികമായിട്ട് എല്ലാം കൊണ്ട് അദ്ദേഹം ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നോട് പറഞ്ഞു, ഉറങ്ങാൻ വേണ്ടി ഞാൻ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങണത്. മക്കളെ കൊണ്ടുള്ള വലിയ ടെൻഷനാണ്. സ്വാഭാവികമായും ഞാൻ ഈ ഒരു വിഷയം ഇന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം കൂടെ, നമ്മുടെ പള്ളിയിൽ ഈ മെമ്പറിൻ്റെ താഴെ ആരുമില്ലാത്തൊരു അവധി ദിവസത്തിലൊരു പയ്യൻ വന്നിരുന്നു. അദ്ദേഹം നന്നാവണം, ദീന പഠിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ചൊക്കെ വന്നു. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്, ചെറിയ പയ്യനാണ്, ചെറുപ്പക്കാരനാണ്, ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അദ്ദേഹം അത് കഴിച്ച് നേരെ പോയി സ്വന്തം മാതാപിതാക്കളെ നല്ലപോലെ മർദ്ദിച്ച് തീരുമാനാക്കി. വീണ്ടും ഒരു ഹോട്ടലിൽ പോയി വെള്ളം ചോദിച്ചു, അതിൻ്റെ പേരിൽ അടിയുണ്ടാക്കി. അവിടെ ആകെ വിപ്ലവങ്ങളുണ്ടാക്കി. ഞാനിത് പ്രത്യേകം എടുത്തു പറയണത്, പേരും അഡ്രസ്സും ലേബിളും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെ ഉള്ളിലൊരു നന്മയുള്ള, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തോ പല ഉപയോഗങ്ങളുടെ പേരിൽ മാനസികമായി വേറൊരു അവസ്ഥയിലേക്ക് പോവാൻ. ഈ ഒരാഴ്ച ചങ്ങരംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്യൂസുകളെ കഞ്ചാവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട്, മക്കളുടെ വിഷയത്തിൽ കേവലം ചെറിയ 14 വയസ്സുള്ള 9 വയസ്സുകാരി മകൾ സ്കൂള് കട്ട് ചെയ്ത് യാത്ര പോകുന്നത് ഒരു കഞ്ചാവ് ലോബിയുടെ പിന്നാലെ എന്നറിയപ്പെടുന്നൊരു വേദനകൾ. സ്വാഭാവികമായി നമ്മളൊക്കെ നമ്മളുടെ മക്കളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളെ കോർത്തിണക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഉപകാരപ്പെടുന്നൊരു മക്കളുണ്ടാവണം. കുറച്ചു മുമ്പ് നമ്മളുടെ രക്ഷിതാക്കളോട് നമ്മൾ ചോദിച്ചവർ പറയും, ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിട്ട് കുറേ കാലം കഴിഞ്ഞാൽ അവരെന്നെ നോക്കണം, ഞാൻ പ്രായമാകുമ്പോൾ അവരെന്നെയും കൂടെ നോക്കണം. പക്ഷേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തേണ്ടത് റബ്ബു ഔലാദക്കും ലിസമാനിൻ ഗൈരി സമാനിക്കും, നിങ്ങളുടെ ഈ കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല, അടുത്ത ഒരു തലമുറയിൽ കൂടെ അവരിവിടെ ജീവിക്കേണ്ടവരാണ്, ഒരു സമൂഹത്തിന് മാർഗദർശനം നൽകേണ്ടവരാണ്. അതോടൊപ്പം നാളെ മണ്ണോട് നമ്മൾ ചേർന്ന് പോകുമ്പോൾ എൻ്റെ ബാപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് പൊറിച്ചു കൊടുക്കണേന്ന് ആത്മാർത്ഥമായി അള്ളാഹിനോട് പറയുന്ന, ജനാസ മുന്നിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്നെൻ്റെ ഉമ്മാക്ക് ബാപ്പാക്ക് പൊറിച്ചു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി പറയുന്ന,
നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ മക്കള് കാരണം നമുക്ക് സ്വീകാര്യത ലഭിക്കുന്ന, ഒരുപക്ഷെ ഒരാളെ കൊണ്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയാത്ത നാളിൽ മീസാനിൽ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കുമ്പോൾ ചില ആളുകളുടെ മീസാനിലെ നന്മകൾ ഇങ്ങനെ കൂടുമ്പോൾ അവർ പറയും, അള്ളാഹുവേ ഇതിന് മാത്രമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അള്ളാഹ്. അപ്പൊ അള്ളാഹ് അവരോട് പറയാണ്, ഇസ്തിഗ്ഫാർ വലജിക്കലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാൻ, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയതാൻ. ഈ മഹാസൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ എൻ്റെ പിന്നിൽ ഒരു തലമുറ ഉണ്ടോയെന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരുപാട് ഖുത്ബകൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തവരാണ്. ഞാൻ ഏകദേശം കോർത്തിണക്കിയ ഒരു 10ഓളം കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന ഉണ്ടാവണം, നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അതൊരു കുട്ടി ജനിച്ചാലേ അവർ വളർന്നു വരുമ്പോൾ എന്നുള്ളതല്ല. നമ്മളൊരു മക്കളെ ആഗ്രഹിക്കുമ്പോഴേ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ അള്ളാഹ്. നമ്മൾ ആലോചിച്ചൊക്കെ അവിടെ എവിടെയെങ്കിലും നമുക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ടോ? എനിക്കൊരു കുട്ടീനെ കിട്ടണേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ? ചിലപ്പോൾ ആൺകുട്ടീനെ തരണേ എന്നുള്ളതിനോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? മൂത്ത 2 ആൺകുട്ടികളാകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, എനിക്കൊരു അടുത്തൊരു പെൺകുട്ടീനെ തരണേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞു അള്ളാഹിനോടൊരു സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്നുള്ളതിനോട് പ്രാർത്ഥിച്ചോ? മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രായാധിക്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരുപാട് നാൾ ആശിച്ചു കാത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മക്കളിൽ അതപ്പോഴും ആ പ്രാർത്ഥന ആവർത്തിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബി ഹബലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ എനിക്ക് നൽകണേ അല്ലാഹ്. അള്ളാഹുവിനോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞ അവന്റെ അടിമകളുടെ പ്രത്യേകത, അവരുടെ പ്രാർത്ഥന അല്ലാഹ് പറഞ്ഞു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് കൺകുളിർമ നൽകണേ അല്ലാഹ്. ഒരു സമാധാനം, ഒരു സന്തോഷം. നല്ല മോനാണെന്ന് പറയുമ്പോൾ, നല്ല മോളാണെന്ന് പറയുമ്പോൾ, സമൂഹത്തിൽ മാതൃകയാണെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ ഒരു കൺകുളിർമ കിട്ടാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ നാട്ടിലെ ബാപ്പങ്ങനെ നടക്കാൻ, ഈ നാട്ടിൽ ഇനി ആരുടെങ്കിലും കയ്യിലെ ഭൂമിയുടെ ടാക്സിന്റെ പേപ്പറുണ്ടോ, നികുതി അടച്ച ചെലാനുണ്ടോ? എന്തിന്? മകനെ ജാമ്യത്തിലെടുക്കാനാൻ. ആ ബാപ്പാക്കൊരു കൺകുളിർമ ഉണ്ടാവില്ല. ഇന്ന ആളുടെ മോനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കെന്ന് പറയുമ്പോൾ ആ വാപ്പാന്റെ അഡ്രസ് എന്താണ്? നമ്മൾ ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് വരെ കൺകുളിർമ നൽകണേ മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്. അടുത്ത വാക്കുണ്ട് ട്ടോ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖികളാക്കണേന്നും കൂടെയല്ല, മുത്തഖികൾക്ക് മാതൃകയാക്കണേ, മുത്തഖികൾക്ക് ഇമാമാക്കണേ. അങ്ങനെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന് നമ്മളൊന്ന് മനസ്സാക്ഷിയോട് ചോദിക്കണം. ആ പ്രാർത്ഥന ഉണ്ടാവണം നമ്മളുടെ കൈകളിൽ നിന്ന്. അതുപോലെ തന്നെ സൂറത്ത് അഹ്കാഫിലെ 15-ാമത്തെ ആയത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് റബ്ബിന് നന്ദിയുള്ളവരാക്കണേ എന്ന് പറഞ്ഞിട്ട് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ മക്കളെ നന്നാക്കി തരണേ, സ്വാലിഹീങ്ങളാക്കി തരണേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ ഖലീലാണ്. ആ പ്രവാചകൻ അള്ളാഹിനോട് പറയാണ്, വസ്നബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും കാത്തുരക്ഷിക്കണം, അകറ്റി മാറ്റണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ ആരെയും ഷിർക്കിന്റെ വക്താക്കളാക്കല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ, വമിൻ ദുർരിയതി, എന്റെ മക്കളിൽ നിന്ന് നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ. എന്റെ പ്രാർത്ഥനയും അനുകൂലമായ പ്രവർത്തനവും ഉണ്ടെങ്കിലേ ആ മക്കളെ ഒരു ലഹരി മാഫിയയുടെയും കയ്യിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കി കൊണ്ടുവരണേ. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് പ്രഥമമായി നമ്മൾ മനസ്സിലാക്കണം, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചാല് വളർന്നു വരുമ്പോ അവരുടെ പ്രായത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലും അവസാനിപ്പിക്കാതെ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. കാരണം എന്താണെന്നറിയോ? അല്ലാഹു തആല ഉത്തരം നൽകുന്ന, സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഒരു പിതാവ് തന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ആ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയില്ല എന്നാണ്. ആ പ്രാർത്ഥന അല്ലാഹു വെറുതാക്കില്ല എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, അറിഞ്ഞോ അറിയാതെയോ മക്കൾക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി എപ്പോഴാണ് ആമീൻ പറയാൻ നമുക്ക് പറയാൻ കഴിയില്ല. നീ ഒരു കാലത്തും നന്നാവില്ലടാ, നീ നശിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? വളരെ പറയാൻ അറപ്പുളവാക്കുന്ന വാക്കുകൾ മക്കൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ? ഒരിക്കൽ പോലും നാവ് കൊണ്ടത് കടന്നു വരരുത് പ്രിയമുള്ളവരെ. നമ്മളെപ്പോഴും നല്ലത് പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം. തിന്മയിലാണെങ്കിലും അവരൊന്ന് നന്നാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മോന്റെ അവസാന നിമിഷം വരെയും മോനിൽ പ്രതീക്ഷ വെച്ചിട്ടല്ലേ പറഞ്ഞ അള്ളാഹിനോട്? പ്രതീക്ഷ വെച്ചിട്ടല്ലേ അള്ളാഹിനോട് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥന ഒരു ആയുധമാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കൾ മാതൃകയാവണം. പണ്ഡിതന്മാര് പറയാണ്, അൽഅബ്നാഉ സിർറു അബീഹിം, അവരുടെ പിതാക്കളുടെ രഹസ്യമാണ് അവരുടെ മക്കൾ എന്നുള്ളതാണ്. പിതാക്കളുടെ രഹസ്യമാണ് അവരുടെ മക്കളെന്ന് പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ സത്യല്ലേ? നമ്മൾ വീട്ടിൽ എന്താണോ എന്നാൽ പുറത്തേക്ക് കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞാൽ, ഞാനിവിടെ രാഷ്ട്രീയം പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മുടെ ഈ പല ആൾക്കാരും കോൺഗ്രസ്സുകാരായിരിക്കും, CPM-കാരായിരിക്കും. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സായി? എൻ്റെ ബാപ്പ വലിയ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ വാപ്പ ജനിച്ചത് മുതലേ CPM-കാരനാണ്, അതുകൊണ്ട് ഞാനും CPM-ആണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ വാപ്പാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ, ചെറിയ മക്കൾ, നമ്മളൊരു ഡ്രൈവറാണെന്ന് സങ്കല്പിക്കാം. നമ്മുടെ മക്കൾ ചെറുപ്പം മുതലേ അവരുടെ ഹോബി വണ്ടി ഓടിക്കാനാവും, ഞാനൊരു ഡ്രൈവറാവും എന്നൊരു സങ്കല്പമായിരിക്കും. നമ്മളെപ്പോഴും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ മക്കളുടെ ഹീറോസ് അവരുടെ വാപ്പാരാണ്. കുറച്ച് കഴിയുമ്പോഴാണ്, ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട് വെച്ച് അവർ പറയും, വാപ്പ അത്ര അങ്ങോട്ട് പോരാൻ. 10 വയസ്സിൽ ലോകത്ത് ഏറ്റവും വലിയ ആളാരാണ്? വാപ്പയാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ പറയും, വാപ്പ അത്ര അങ്ങോട്ട് പോരാൻ. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പറയും, ലോകത്ത് ഏറ്റവും വലിയ മണ്ടൻ എൻ്റെ വാപ്പയാണ്. എന്തുകൊണ്ടാണെന്നറിയാം? അവൻ മറ്റുള്ള ആളുകളെ കാണുമ്പോൾ, ഇതൊരു സൈക്കോളജിയാണ്, അവരുടെ മനസ്സിൽ അങ്ങനെ. പക്ഷേ ഒന്നും അവരുടെ ഹീറോസായിട്ട് നിലനിൽക്കാൻ, അവർക്ക് മാതൃകയായിട്ട് നിലനിൽക്കാൻ നമ്മൾ വീട്ടിൽ എന്താണോ മാതൃകയാവണം. നമ്മൾ നിസ്കരിക്കുന്ന കുടുംബത്തിൽ മക്കൾ കൂടെ നിസ്കരിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ നല്ല വസ്ത്രം പോലും എടുക്കാൻ അറിയാത്ത പ്രായത്തിൽ ഒരു അടിവസ്ത്രം മാത്രം എടുത്ത് നടക്കുന്ന പിന്നെ ഒരു വയസ്സുകാരനോ 1.25 വയസ്സുകാരനൊക്കെ ആ ഡ്രസ്സിൽ വന്നിട്ട് കൈയിട്ടു. എന്തുകൊണ്ടാണ്? വാപ്പ നിസ്കരിക്കുന്ന കാണാൻ, ഉമ്മ നിസ്കരിക്കുന്ന കാണാൻ. അവർ ചിലപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചുണ്ടിങ്ങനെ ചലിപ്പിക്കുന്നുണ്ടാവും. എന്താ പറയാന്ന് വ്യക്തമുണ്ടാവില്ല. കാരണം എന്താ? ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ മാതൃകയായി മാറണം ജീവിതങ്ങളിലൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ രൂപത്തിലൂടെ മാതൃകയാണോ എൻ്റെ മക്കൾക്ക് ഞങ്ങളെന്നുള്ള? അവർ നമ്മളെ കോപ്പി ചെയ്യാണ്. നേരം മഗ്‌രിബ് സമയത്ത് ടിവിയുടെ ചാനലിന്റെ മുമ്പിലിരുന്ന് ഉമ്മ കാണാൻ പാടില്ലാത്ത ഹറാമൊക്കെ കണ്ടിട്ട് മക്കളോട് പറയാൻ, പോയിരുന്ന് ഖുർആൻ ഓതണം. കുറച്ചു നേരം കഴിഞ്ഞാൽ വീണ്ടും അവനെ വാതിൽക്ക് കാണാം. വീണ്ടും ഉമ്മ പറയും, പോയിരുന്നു ഓതടാ. തിരിച്ചു നോക്കിയ പിന്നെയും കാണും അവനവിടെ. നേരെ മറിച്ച് ഉമ്മയും ബാപ്പയും ഖുർആൻ എടുത്ത് ഓതന കണ്ടാൽ അവരതിനെ ഇമിറ്റേറ്റ് ചെയ്യും, അവരതിനെ മാതൃകയായി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കള് തഖ്വയിലും ദീനിലും ചിട്ടയിലും നിഷ്ഠയിലും അവർക്ക് മാതൃകയാണോ, അവരും നമുക്ക് മാതൃകയായിട്ട് മാറുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലതു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലല്ലാതെ ഒരു മക്കളും ജനിക്കുന്നില്ല. ശുദ്ധ പ്രകൃതിയിൽ അവർ ജനിക്കുന്നത്, അവരെ യഹൂദിയാക്കുന്നത്, നസ്രാണിയാക്കുന്നത്, അവരെ കേടുവരുത്തുന്നത് ആരാണ്? മാതാപിതാക്കളാണ്. അറിഞ്ഞോ അറിയാതെയോ. ഞാൻ ചെറിയൊരു ഉദാഹരണമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. KSRTC ബസ്സിൽ 5 വയസ്സുള്ള മോനെയും കൊണ്ട് ഉമ്മ കയറുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ ചോദിക്കും, 6 വയസ്സുള്ള മോനാണെങ്കിൽ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന്. ഉമ്മ പറയും 5 വയസ്സാണെന്ന്. നിഷ്കളങ്കമായ ബാല്യം ഉമ്മാന്റെ മുഖത്തോക്കി ചോദിക്കും, ഉമ്മ നിങ്ങൾക്ക് 6 വയസ്സായിട്ടില്ലേന്ന്. മുണ്ടാണ്ടിരിക്കടാന്ന് പറയും. എന്തിനാൻ? ഒരു ഫുൾ ടിക്കറ്റിനെ ഹാഫ് ടിക്കറ്റ് ആക്കാനാണ്. ആ കുട്ടി ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചു. പൈസക്ക് വേണ്ടി നുണ പറയാം. ആര് പഠിപ്പിച്ചു കൊടുച്ചു? അല്ലേ പ്രിയമുള്ളവരെ? സ്കൂൾ മദ്രസൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പലപ്പോഴും വിരുന്നിന് പോവും. എന്നിട്ടൊരു കള്ള ലെറ്റർ എഴുതി കൊടുക്കും, എൻ്റെ മകൻ വരാതിരുന്നത് വയറുവേദനയാണ്, പനിയാണ്. ആ കുട്ടി രക്ഷപ്പെട്ട് എന്തിൻ്റെ പേരിൽ ഒരു നുണ പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കുട്ടി പഠിച്ചു. ആര് പഠിപ്പിച്ചു കൊടുത്തു? ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു.
വാപ്പ പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ മക്കളില്ലേ, അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നറിയാം. 2-3 വയസ്സുള്ള മക്കൾ ഉമ്മയും വാപ്പയും ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. വാപ്പാൻ്റെ ദേഹത്തൊക്കെ അവർ കയറും. ആ നേരത്തെ വാപ്പാൻ്റെ ഫോണിലൊരു കോള് വരികയാണ്. വാപ്പ നേരെ ഉമ്മാനോട് പറയും ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. കുട്ടി നോക്കൂല്ലേ കിടക്കണതാര, അതേ കണ്ണും മൂക്കും ചാടിയുള്ള മനുഷ്യൻ. ആരാ പഠിപ്പിച്ചു കൊടുത്തേ? നമ്മളാണ്. ശുദ്ധപ്രകൃതിയിലാണ് തന്നത്. എന്നിട്ട് മുത്തറസൂലി പറയാ, പൂർണ്ണതയിലുള്ള ഒരു മൃഗം ജന്മം നൽകുന്നത് ആ ജന്മം നൽകുന്ന മക്കളോ അതുപോലെ ആകും. അതേപോലെയാണ് നമ്മളുടെ മക്കളെ തന്നത് ശുദ്ധപ്രകൃതിയിലാണ്. കേടുവരുത്തുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് മാതൃകയായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. 3-ാമത്തെ പോയിന്റ്, നല്ല തർബിയത്ത്, നല്ല പരിപാലനം അവർക്ക് കൊടുക്കണം. ആ തർബിയത്ത് കൊടുക്കുമ്പോ നല്ല ക്ഷമയുള്ളവരായി മാറണമെന്ന് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പറയാൻ. നല്ല ക്ഷമ ഉണ്ടാവണം. സൂറത്ത് ത്വാഹയിലൂടെ അല്ലാഹ് പറയാണ്, നിന്റെ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വസ്സബിർ അലൈഹാ, അതിന്റെ മേലെ നല്ല ക്ഷമയോടുകൂടെ നിലകൊള്ളണമെന്നാണ്. കൽപ്പിക്കുമ്പോ നല്ല ക്ഷമയോടെ നിലകൊള്ളണം. എന്തുകൊണ്ടാണ്? ആ ആയത്തിന്റെ തഫ്സീറിൽ 2 കാര്യം ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നെന്തെന്നറിയോ? ക്ഷമയോടെ വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞാൽ നമ്മളും അതിനെ നിർവഹിക്കണം. നിസ്കരിക്കുന്ന പറഞ്ഞ പോരാ, നമ്മളും ആ നിസ്കാരത്തെ നിർവഹിക്കണം. 2-ാമത്തെ പോയിന്റ് ഉലമാക്കൾ പറയാൻ, കൽപ്പനകളാണ് കൊടുക്കുന്നത്. ആ കൽപ്പനകൾ കൊടുക്കുമ്പോൾ ക്ഷമയോടെ നിലകൊള്ളണമെന്നാണ്. ക്ഷമയോടെ നിലകൊള്ളണമെന്നാണ്. അതായത് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നന്നാവെന്ന് പറയാൻ പറ്റൂല. 1-2 പ്രാവശ്യം സൗമ്യമായിട്ട് പറഞ്ഞ് 3-ാമത് ദേഷ്യപ്പെടണം എന്നല്ല. അത് കാലങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ മരണം വരെയും നീ അല്ലാഹനെ ആരാധിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ ഇബാദത്തിൽപ്പെട്ടതാണ് വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എത്ര കാലം പറയാൻ പറ്റുമോ ക്ഷമയോടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നുള്ള പറഞ്ഞില്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു പറഞ്ഞത്, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവരെ നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കണേ, സംസ്കാരത്തോടുകൂടെ അവരെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണമെന്നാണ്. ഇൽമ പറഞ്ഞു കൊടുക്കുക, അദബ് പഠിപ്പിച്ചു കൊടുക്കുക, ആ ഒരു തർബിയത്ത് അവരിലേക്ക് കൊടുത്ത് ക്ഷമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. അപ്പോ ആ രീതിയിലൂടെ നല്ല തർബിയത്ത് ക്ഷമയോടുകൂടെ കൊടുക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ പോയിന്റ്, ഇൽമിയായ അന്തരീക്ഷം അവർക്ക് വേണ്ടി കൊടുക്കണം. അറിവിൻ്റെതായ അന്തരീക്ഷങ്ങൾ കൊടുക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ, താബിഈകൾ, അവരുടെ ജീവിതങ്ങളൊക്കെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഇൽമിൻ്റെതായ ഒരു ഉസ്താദിന്റെ കീഴിലേക്ക് പറഞ്ഞുവിടാൻ, അതല്ലെങ്കിൽ പ്രവാചകന്റെ സദസ്സുകളിലൂടെ പങ്കെടുക്കാൻ, അറിവ് പഠിപ്പിക്കാൻ, ആ ഇൽമിയായ അന്തരീക്ഷങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കാനാണ്. കാരണം എന്തെന്നറിയോ? നമ്മളൊക്കെ പലപ്പോഴും മക്കളുടെ കാര്യം നിങ്ങൾ ആലോചിച്ചൊക്കെ, എങ്ങനെയാ ഷാഫി ഇമാം ഉണ്ടായേ, എങ്ങനെയാ ഹനഫി ഇമാം ഉണ്ടായി? നമ്മളെന്ന് പറയണില്ലേ? അവരുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണില്ലേ? എങ്ങനെ ഇമാം ബുഖാരി മുസ്ലിമും ലോകത്തുണ്ടായത്? അവരുടെ മാതാപിതാക്കളുടെ അധ്വാനം ഉണ്ടായിരുന്നു, അവരുടെ അറിവിനോടുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടും എങ്ങനെ പണ്ഡിതനായി, ഒരു ഉമ്മാന്റെ ത്യാഗണ്ട്. ആ മകനെ കൈപിടിച്ചുകൊണ്ട് ഉസ്താദുമാരുടെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇൽമിന് വേണ്ടി ചേർത്ത്, ആ നിസ്കാരം കഴിഞ്ഞ് കണ്ണു കാണാത്ത മകനെ തിരിച്ചു കൊണ്ടുവരുവോളം അവിടെ കാവല് നിന്ന് പോയ, പ്രാചീന കാലഘട്ടങ്ങളിൽ സൗകര്യമില്ലാത്ത റോഡുകളിലൂടെ മകനെ കൈപിടിച്ചു കൊണ്ടുവരാൻ ഉമ്മ കാണിച്ച മനസ്സ്, മഹാനായ ഇമാം സുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്ക ഹറമുകളുടെ വലിയ പണ്ഡിതനായ ഷെയ്ഖ് സുദൈസ്. അദ്ദേഹത്തിന് ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രിയമുള്ളവരെ, ഇൽമിയായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി, ഇൽമ പഠിപ്പിക്കാൻ കൊണ്ടുപോയാക്കി, അതിൻ്റെ കൂടെ പ്രാർത്ഥന നടത്തി. നിങ്ങൾ വിചാരിക്കണുണ്ടോ എൻ്റെ മകൻ പള്ളിയിൽ ഉസ്താദാവാൻ വേണ്ടിയിട്ട് ഇൽമ പഠിക്കാൻ? അങ്ങനെ ഒന്നും നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ഈ അടുത്ത ദിവസം എൻ്റെ ഓഫീസിലേക്ക് ഒരു മോൻ കയറി വന്നു, ഉമ്മാനെയും കൂട്ടിയിട്ട്. എന്തിനെന്നറിയോ? യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. ഡോക്ടറാണ്, ഹാഫിളാണ്, നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് ഹിഫ്ള് പഠിച്ച മോനാണ്. ഹാഫിളായ മോൻ മെഡിസിൻ പഠിച്ച് ഡോക്ടറായി, അൽഹംദുലില്ലാഹ്. യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മൾ വിചാരിക്കണം അങ്ങനെ ഇല്ല.
കരുനാഗപ്പള്ളി പള്ളിയിൽ ഒരു ഇമാമിനെ പരിചയപ്പെട്ടു. MBA-കാരനാണ്, ബിസിനസ്സുകാരനാണ്, ഹാഫിളാണ്. നമ്മുടെ ആലോചിച്ചൊക്കെ അൽമാസ് പള്ളിയുടെ അവിടുത്തെ പള്ളിയിൽ ഖുത്ബ അപ്പുറത്തെ പള്ളിയിൽ കോട്ടക്കൽ ഖുത്ബ നടത്തുന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ, പ്രായം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇൽമ പഠിച്ചവരാൻ. അവര് ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, മതവിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹം വെച്ച് പഠിക്കണവരാണ്. നമുക്കൊക്കെ പറ്റും, പഠിക്കണം. ഞാനൊരു മേഖലയ്ക്ക് പോവാന്നുള്ളത് മാത്രമല്ല, ഇൽമ നമ്മളിൽ ഉണ്ടാവാൻ, അന്തരീക്ഷങ്ങൾ ഉണ്ടാവാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് അവസരങ്ങളെ തീർച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ ഒരുപാട് സംവിധാനങ്ങളില്ല പ്രിയമുള്ളവരെ. വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് ഇൽമ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കാർട്ടൂണുകളും ചെറുപ്പം മുതലേ ഭക്ഷണം കഴിക്കണ പ്രായത്തിൽ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. എന്താണ് കാർട്ടൂണുകളാണ്. അതിന്റെ പിന്നിലാ മക്കളെ യാത്ര ചെയ്യുന്നത്. നമ്മൾ അതിനുവേണ്ടി മൊബൈൽ ഫോണുകൾക്ക് അഡിക്റ്റായി മക്കളെ വളർത്തിക്കൊണ്ടുവന്നതും ഒരു പരിധിവരെ നമ്മളാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇൽമിയായ അന്തരീക്ഷങ്ങളെ, സാഹചര്യങ്ങളെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട്ടിലെ മക്കളിലെ ഏതൊരു തിന്മകളോടും ഒരു ഭരണാധികാരിയുടെ ചങ്കൂറ്റത്തോടുകൂടെ അതിനെ തടുക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള കഴിവ് നമ്മൾക്കുണ്ടാവണം. ഒരു ഭരണാധികാരിയുടെ ചങ്കൂറ്റത്തോടെ തിന്മകളെ തടുക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ റആ മിൻകും മുൻകറാ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, അരുതായ്മ നിങ്ങളിൽ നിന്ന് കണ്ടുപോയാൽ അവന്റെ കൈകൊണ്ട് അതിനെ തടുക്കട്ടെ. അതിന് കഴിയില്ലേ നാവ് കൊണ്ട് അതിനെ തടുക്കാനാണ്. അതിനും കഴിയാത്തവനോട് മനസ്സുകൊണ്ട് വെറുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ അധികാരത്തിന്റെ പരിധി ഉപയോഗിച്ചിട്ട്, നമ്മളൊരു ഓഫീസിലാണോ, ആ ഓഫീസ് നമുക്ക് അധികാരമുണ്ടോ? അവിടെ ഒരു തിന്മ വാഴാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളുടെ വീട്ടിലാണോ, നമ്മളുടെ മക്കളിൽ ഒരു തിന്മ കൈകൊണ്ട് തടുക്കുന്നതാണോ, തടുക്കന്നെ വേണമെന്നാണ്. അവിടെ അതിനുള്ള ഒരു ലീഡർഷിപ്പ് നമ്മൾ കാട്ടണം. മക്കള് രാജാവും മാതാപിതാക്കളെ ഭൃത്യകരുമാകുന്ന ഒരു സാഹചര്യങ്ങളെ വീട്ടിൽ ഉണ്ടാക്കരുത്. അതിന് വാപ്പ ക്വാളിറ്റിയുള്ള വാപ്പ വേണം, ഉമ്മ ക്വാളിറ്റിയുള്ള ഉമ്മ വേണം. അതില്ലാതെ വരുമ്പോഴാണ് തിരിയുക. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, പ്രിയമുള്ളവരെ, തിന്മകളെ എതിർക്കാൻ ഉറപ്പുവരുത്തണം. എൻ്റെ മക്കൾ ഒരു തിന്മയിലേക്ക് പോകണില്ല. ഉറപ്പുവരുത്തണം, ഒരു മോശം കൂട്ടുകെട്ടിലേക്ക് എൻ്റെ മക്കളെ പോയിട്ടില്ല. നിങ്ങൾക്കറിയോ നമ്മുടെ നാടിൻ്റെ ഒരു പൾസ് എന്താണ്? ഓരോ ഗ്രൗണ്ടിലും, ഓരോ മൈതാനത്തിലും, ഓരോ പ്ലേ ഗ്രൗണ്ടിലും ഒരു വെല്ലിക്കാക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചേട്ടുണ്ടാവും, അവനെ ലീഡർ ഉണ്ടാവുക. ഇവരുടെ എല്ലാവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുക ആ വലിയ നേതാവിനോടായിരിക്കും. ആളായിരിക്കും ഇതിൻ്റെ ലീഡർഷിപ്പ് കൺട്രോളൊക്കെ ഉണ്ടാവുക. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മക്കൾ ആരുടെ കൂടെ, ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് അവൻ പോകുന്നുണ്ടോ? ആരുടെ കൂടെ അവനുണ്ട്? മറ്റുള്ള ആരെങ്കിലും അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട്, നല്ല അന്തരീക്ഷം, നേരത്തെ പറഞ്ഞ പോലെ ഇൽമിയായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി അവരെ നമ്മൾ വിചാരിക്കണം എന്തെന്നറിയോ, എൻ്റെ മോൻ എൻ്റെ നങ്ങടും മാറിപ്പോവില്ല എന്നാണ്. നമ്മൾ ഇന്ന് പറയണ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ മോനെ അറബി പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസ് പഠിപ്പിക്കാൻ മോനെ പറഞ്ഞു വിട്ടു. അതിന്റെ അനന്തരഫലം ലോകത്തിനൊരു പണ്ഡിതനെ കിട്ടിയത്. നമ്മൾ വിചാരിക്കണം, ഒരു 2 വർഷമോ 3 വർഷങ്ങളോ മക്കളെ വിട്ടുപോയിന്നാൽ കുറെ നഷ്ടം പറ്റുമോ? നിങ്ങൾ പേടിക്കുന്നുണ്ടോ? പ്രിയമുള്ളവർ, എന്നും സ്വർഗത്തിൽ ജീവിക്കേണ്ട ഒരു ലോകത്തിനൊരു കൂട്ട് കിട്ടാനല്ലേ? എന്നും സ്വർഗത്തിൽ കിട്ടാനല്ലേ? വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതഹും ബീമാൻ. ഈമാനുള്ള ആളുകളാണോ മക്കളും അവരുടെ ഈമാനിനെ അവരെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ വന്നാൽ അൽഹഖ്നാ ബിഹിം, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹു അവരെ ഒരുമിച്ച് ചേർക്കുമെന്നാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് 2 കൊല്ലം പോയാലും 3 കൊല്ലം മാറി നിന്നാലേ നമുക്കവരെ കാണാലോ. അവന്റെ മക്കളൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടാക്കണമെന്നല്ല കേട്ടോ. അവർക്ക് അങ്ങനെയാണോ സാഹചര്യം? അല്ല, ഇവിടെ കിട്ടുമോ, നാട്ടിൽ കിട്ടുമോ? നമുക്ക് നോക്കാലോ. അവർ ഇൽമിയായ അന്തരീക്ഷങ്ങൾ വേണം. അതുപോലെ അവരുടെ തിന്മകളോട് പ്രതിരോധിക്കുന്ന നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകൾ ചീത്തയായാൽ അവരേത് വഴിയിലൂടെ പോകും നോക്കിയാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ. ശൈത്വാനിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരല്ലേ. കാരണം ആര് ശൈത്താന്റെ കാലടികളെ പിന്തുടർന്നോ
അവൻ നീചവൃത്തികളിലേക്ക്, തിന്മകളിലേക്കാണ് അവനെ നയിക്കാൻ. ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിലേക്ക് ശൈത്താൻ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കള് ആ തിന്മകളോട് ശക്തമായി വീട്ടിൽ നിന്ന് വേണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇന്നെന്താ സംഭവിക്കുക? ചെറുപ്പം മുതലേ ഞാൻ പറയണേ, മോന് 1.5 വയസ്സുള്ള കുട്ടി റിമോട്ട് എടുത്ത് ചാനലിങ്ങനെ മാറ്റുമ്പോൾ ഉമ്മ വിളിക്കും, വാപ്പാൻ ഇവിടെ വന്നേ, നമ്മുടെ മോൻ്റെ ബുദ്ധി കണ്ടില്ലേ, ഉമ്മാക്ക് സന്തോഷമായി, വാപ്പാക്ക് സന്തോഷമായി. ആ ബുദ്ധി നന്മയുടെ വഴിക്ക് തിരിച്ചുവിടാൻ പ്രായം വന്നവരോടാ പറയണേ. നമ്മൾ അഭിമാനത്തോടെ ആൻഡ്രോയിഡ് ഫോൺ കൈ പിടിച്ചിട്ട് പറയും, എനിക്കിതിലൊന്നും ചെയ്യാറിയില്ല, പക്ഷെ എൻ്റെ പേരക്കുട്ടിയില്ലേ അവനെല്ലാം അറിയും. എന്നിട്ട് അത് തെളിയിക്കാൻ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേക്കാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം. ഒന്ന് കണ്ടാൽ അതിനപ്പുറത്ത് എന്താകുമെന്ന ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റിയെ മുതലെടുപ്പ് നടത്തി നമ്മളുടെ മക്കളുടെ മൈൻഡിലേക്ക് പലതും കടന്നു. അതുകൊണ്ട് അവരെന്ത് കാണുന്നു, കൊടുക്കേണ്ടെന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല, പക്ഷേ ടൈം നിശ്ചയിക്കണം. എന്ത് കാണുന്നു നമ്മൾ അറിയണം. നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റാത്തത് നമ്മളുടെ ഫോണിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ആ രൂപത്തിൽ അവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ, തിന്മകളോട് നോന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിനൊരു ഭരണാധികാരിയുടെ തൻ്റെ ഇടത്തോടെ തടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ സംഘത്തിന്റെ കൂടെ, നല്ല കൂട്ടുകെട്ടിന്റെ കൂടെ മക്കൾ വളരുന്നു എന്ന് ഉറപ്പുവരുത്തണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, അല്ലയോ വിശ്വാസികൾ, അല്ലാഹനെ സൂക്ഷിക്കണേ, സ്വാദിഖീങ്ങളുടെ സത്യസന്ധന്മാരുടെ കൂടെയാ നിങ്ങളാകേണ്ടത്. ഓക്കെ, അള്ളാന്റെ മുസ്ലിം ഒരു നല്ല കൂട്ടുകൂട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണം. നല്ല കൂട്ടുകാരൻ പറഞ്ഞാൽ അത്തർ വിൽപ്പനക്കാരൻ്റെ കൂടെയാണ്. ഒന്നുകിൽ അവൻ വെറുതെ നിങ്ങളുടെ ശരീരത്തിൽ അത്തർ പുരട്ടി തരും, സുഗന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അവന് നിങ്ങൾ പണം കൊടുത്ത് അത്തർ വാങ്ങും. അതല്ലെങ്കിൽ അയാളുടെ അത്തറുകാരൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ആ എടുക്കലും കൊടുക്കലൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു അത്തറിൻ്റെ സുഗന്ധം ഉണ്ടാവും. നേരെ മറിച്ച് ആലന്റെ പണി ചെയ്യുന്ന ഇരുമ്പിനെ ഉരുക്കി വേർതിരിക്കുന്നവനെ പോലെ ചീത്ത കൂട്ടുകാരൻ അവിടെ ഇങ്ങനെ പണിയെടുക്കുന്ന ആ മണമായിരിക്കും നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടാണോ എൻ്റെ മക്കൾക്ക്? അർറജുലു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, ആരോടാ ഞാൻ കൂട്ടുകൂടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കണം, അവരാരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതാണ്. ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് അള്ളാഹുവിന്റെ കയ്യിൽ നിന്നാണ്. ഒരു ഉത്തരവാദിത്വമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മക്കൾ ലഹരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മക്കൾ തിന്മയുടെ വക്താവായിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മക്കൾ ഏതെങ്കിലും ഒരു സംഘത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കണേ, അത് ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുല്ലുക്കും റാഹി വകുല്ലു റാഇൻ മസ്ഊലുൻ അൻ റഅയതി, നിങ്ങളിൽ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, ഉത്തരവാദിത്വമുള്ള ആളുകളാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിനെ അള്ളാഹു ചോദിക്കുന്നതാണ്. വറജുലു റാഇൻ ഫീ അഹ്ലി, പുരുഷന്മാരോടാണ്, ഗൃഹനാഥന്മാരോടാണ്. നമ്മളുടെ വീട്ടിന്റെ ഉത്തരവാദിത്വമുള്ള അവിടുത്തെ ഭരണാധികാരി, കൈകാര്യകർത്തൃത്വമുള്ളതാരാണ്? അവിടുത്തെ പുരുഷനാണ്. വഹുവ മസ്ഊലുൻ, ആ മനുഷ്യൻ ചോദിക്കപ്പെടുന്നുണ്ട് തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്. വീണ്ടും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ ലിബൈതി സൗദിഹാ, അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഉത്തരവാദിത്വമുള്ളത് അവിടുത്തെ സ്ത്രീയാണ്, ഉമ്മയാണ്. വഹിയ അവരുടെ ഉത്തരവാദിത്തത്തിനെ സംബന്ധിച്ച് അള്ളാഹു ആ സ്ത്രീയോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മളുടെ മക്കളെ പറ്റി ചോദിച്ചാൽ, നമ്മളുടെ കുടുംബത്തിനെ പറ്റി ചോദിച്ചാൽ അള്ളാഹിനോട് എന്ത് പറയാനുണ്ട് ഉമ്മമാരെ, എന്ത് പറയാനുണ്ട് ബാപ്പമാരെ? അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ കഴിയണമല്ല, എനിക്ക് ചെയ്യാനുള്ളത് മുഴുവനും ഞാൻ ചെയ്തതാണ്, പക്ഷെ അവന് ഹിദായത്ത് കിട്ടിയില്ല, അതെന്റെ പ്രശ്നമല്ല, എന്റെ കഴിവിന്റെ പരമാവധി ഒക്കെ ചെയ്തു, അൽഹംദുലില്ലാഹ്, രക്ഷപ്പെടാനുള്ള വഴിയാണ്, പക്ഷെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ നോക്കേണ്ടതായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ടാകരുത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കുന്നത്, അഹഫിള ദാലിക്, നീ ആ അമാനത്തിനെ, നീ ബൈഅത്ത് ചെയ്ത നിന്റെ ആ ഉത്തരവാദിത്തത്തിനെ നീ സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുമെന്നാണ്. ഏതുവരെ? ഹത്താ യുസ്അല റജുലു അൻ അഹ്ലി ബൈതി, അവന്റെ കുടുംബക്കാരെ സംബന്ധിച്ച് ചോദിക്കുന്നത് വരെ. ഭാര്യയുടെ ഉത്തരവാദിത്വം നീ നിർവഹിച്ചോ? മക്കളുടെ ഉത്തരവാദിത്വം നീ നിർവഹിച്ചോ? അതുകൊണ്ട് മനസ്സിലാക്കുക,
അത് ഉത്തരവാദിത്വമാണ്. അള്ളാഹു നാളെ ചോദിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ 8ാമതായി പൂർവികരുടെ ചരിത്രങ്ങളെ നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അള്ളാന്റെ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 111ാമത്തെ ആയത്തിൽ സുദീർഘമായ ചരിത്രം പറഞ്ഞിട്ട് പറയാ, ലഖദ് കാന ഫീ ഖസസിഹിം ലഇബ്റ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്ക് അവരുടെ ചരിത്രങ്ങളിൽ ഗുണപാഠങ്ങളുണ്ട് എന്നാണ്. ഗുണപാഠങ്ങളുണ്ട്. നമ്മളെത്ര ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കളോട്. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മിന്റെ ശ്രേഷ്ഠ പ്രവാചകനാണ്. ആ മുത്തുനബിയോട് അല്ല പറയാ, മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ താങ്കൾ കേൾക്കേണ്ടത്, വായിക്കേണ്ടത് എന്തിനാ? ലിനുസബ്ബിത ബിഹി ഫുആദക്. താങ്കളുടെ ഹൃദയത്തിന് ഒരു ഉറപ്പ് കിട്ടാനാണ്, മനസ്സിനൊരു സ്ഥൈര്യം കിട്ടാനാണ്. അതുകൊണ്ട് താങ്കൾ ചരിത്രങ്ങളെ കേൾക്കണം എന്നുള്ളതാണ്. നമ്മൾ പഠിപ്പിച്ചെടുക്കണം. വർഷങ്ങളോളം നീണ്ട ത്യാഗത്തിന്റെ ഒടുവിൽ ഇൽമ നേടിയ മഹാരഥന്മാരുടെ ചരിത്രങ്ങളെ പറഞ്ഞു കൊടുക്കണം. ഈ പള്ളി കൂടിയ ആൾക്കാരോടാണ് ഞാൻ പറയണേ, നമ്മളെ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാനാണ്. നമ്മളിവിടുന്ന മൂസാ നബിയുടെ കഥ കേട്ടെ. ഉമ്മാന്റെ ഒക്കത്തെന്നാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുപോയ കഥ കേട്ടത് എവിടെന്നാ? ഉമ്മാന്റെ ഒക്കത്ത് നിന്നാണ്. ആകാശത്തിന്റെ അമ്പിളിമാമനെ കാണിച്ച് മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് തരുമ്പോ കുട്ടി മുകളിലേക്ക് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി വായ തുറക്കുമെന്ന് സൈക്കോളജി പഠിച്ചിട്ടല്ല, അവരങ്ങനെ ശീലിച്ചു വന്നതാണ്. പലതും പറഞ്ഞു, പല കഥകൾ കേട്ടു. ഇബ്രാഹിം നബിയും വളർന്നു വരുമ്പോ ജീവിതത്തിന്റെ ഹീറോസ് ആരായിച്ച് നമ്മൾ പറയും, ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ ബിലാലിനെ പോലെ ബാങ്ക് കൊടുക്കണവനാണ്. ഇന്നത്തെ മക്കളോട് നിങ്ങൾ പറ, കണ്ണുമിഴിച്ച് 28ാമത്തെ ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെയുള്ള പാടമാറ്റി മക്കൾ കാണാൻ തുടങ്ങുമ്പോ ഉമ്മാന്റെ കയ്യിലെ മൊബൈൽ ഒരു കയ്യിൽ പിടിച്ച് പാല് കൊടുക്കുന്ന ഉമ്മാനെ കണ്ട് ശീലിച്ചത് മുതൽ ഉമ്മാന്റെ സ്വൈരവിഹാരത്തിന് തടസ്സം കാണുമ്പോ 32 ഇഞ്ചിന്റെ LED TV ഓണാക്കി വെച്ച് അതിലൂടെ വരുന്ന കാർട്ടൂണുകളുടെ മുഖം കാണിച്ച് മക്കളുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്ത്, പ്രിയമുള്ളവരെ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടിപ്പോകുന്ന മക്കൾ നമ്മളുടെ മനസ്സിൽ റോൾ മോഡലുകളായി മാറുന്നുണ്ടെങ്കിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിലെ? 200 ക്യാമറകൾക്ക് മുമ്പിൽ മനോഹരമായ കുടുംബിനിയായി അഭിനയിച്ചവർക്ക് സ്വന്തം റിയൽ ലൈഫിൽ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ ഡിവോഴ്സുകൾ നടത്തുന്ന സിനിമാ താരങ്ങളാണോ നമ്മളുടെ മക്കൾക്ക് മോഡലായി കാണിക്കണ്ടേ? ആണോ പ്രിയമുള്ളവരെ? പെണ്ണും ഒരുമിച്ച് ജീവിക്കണമെന്ന കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ ആണുമാണും ഒരുമിച്ച് ജീവിക്കണമെന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകളെ നമ്മൾ വിചാരിക്കും, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ 2.5 മണിക്കൂർ സിനിമ കാണുന്ന മനുഷ്യന്മാരല്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണേ, അല്ലേ? ഏതെങ്കിലും വീട്ടിലെ ചാനലിൽ ഇരുന്നിട്ട് ഇവർ കാണിക്കുന്ന ചാനലുകളിലെ എപ്പിസോഡുകൾ കാണുന്ന ആൾക്കാരല്ല നമ്മളാരും. പക്ഷെ നമ്മൾ മൊബൈലിൽ അറിയാതെ റീലുകൾ കാണും. ആ റീലുകളിൽ പ്രൊമോട്ട് ചെയ്യുന്ന പലതും മുന്നിലുള്ളതുകൊണ്ട് പറയാൻ, ആണും തമ്മിൽ ജീവിക്കുക, പെണ്ണും തമ്മിൽ ജീവിക്കുക, ഇതിനെ പ്രൊമോട്ട് ചെയ്ത് ഇവരാണ് നല്ല ആൾക്കാർ, നല്ല ഹീറോസ്, ഇതാണ് നല്ല ജീവിതം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് മക്കളിലേക്ക് കൊടുക്കുന്നതാണ്. ചരിത്രങ്ങൾ പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, റിയൽ ലൈഫ് എന്താണെന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെ ആളുകളോട് ഫൈറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ റോൾ മോഡലായി കാണുമ്പോ ബദറിന്റെ ഊശ്വര മരുഭൂമിയിൽ വെട്ടുകണ്ട തൊലിക്കുമേലെ ആടിക്കളിക്കുന്ന തൊലികൾ പടയോട്ടത്തിന് തടസ്സമെന്ന് കണ്ടപ്പോ നിലത്ത് വെച്ച് കാലിൽ ചവിട്ടി കൈ പറിച്ചെടുത്ത് ഇടത് കൈ കൊണ്ട് പോരാടിയ സ്വഹാബത്തിന്റെ പോരാട്ട വീര്യം എന്താണെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സാഹോദര്യ സ്നേഹത്തിന്റെ മകുടോദാഹരണമായി മരിക്കുന്ന നേരത്തൊടുതുള്ളി ദാഹിതരത്തിന് വേണ്ടി കഞ്ചുമ്പോ അപ്പുറത്തുള്ള ഞരങ്ങല് കേൾക്കുമ്പോ എന്റെ സഹോദരന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആംഗ്യം കാണിച്ച സഹാബത്തിന്റെ സാഹോദര്യത്തിന്റെ മനസ്ഥിതി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 400-ലധികം വരുന്ന സഹാബത്തിന് ഒരു കർട്ടന്റെ പിന്നിൽ മറയായി നിന്ന് യൂണിവേഴ്സിറ്റി കണക്ക് പ്രവർത്തിച്ച മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ചരിത്രങ്ങളെ അതുപോലെ തന്നെ പറയാൻ നിരാശ പാടില്ല. നന്നായില്ല എന്ന് കരുതിയിട്ട് നിരാശ വേണ്ട, നിരന്തരം പറയാ, ഹിക്മത്തുകൾ ഉപയോഗിക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. ഹിക്മ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളെ മനസ്സിലാക്കി നന്നാവാനുള്ള രൂപത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച്. 6 വയസ്സുകാരനോട് അങ്ങനെ, 10 വയസ്സുകാരനോട് അങ്ങനെ. മോന് നമ്മളെക്കാളും വളർന്നിട്ടുണ്ടാവും. അവനോട് 5 വയസ്സിൽ ഭീഷണിപ്പെടുത്തിയ പോലെ 15-കാരനെ ഭീഷണിപ്പെടുത്തി 20-കാരനെ ഭീഷണിപ്പെടുത്തിയ വില പോവില്ല. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്തോടെ, വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശങ്ങളെ കുറിച്ച്.
മക്കൾ വലുതായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. വൈജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രൂപത്തിൽ സംവദിക്കാം, നല്ല രൂപത്തിലൂടെയുള്ള സംസാരങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ വിഷയങ്ങളെ പ്രത്യേകം അവരോട് ഉപദേശിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വഉസല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 10ാമത്തെ കാര്യം നിസ്കാരത്തിൻ്റെ കാര്യം. അത് പ്രത്യേകം ഉപദേശിക്കണം. നമ്മൾ വിചാരിക്കുക ചെറുതാണോ നിസ്സാരാണോ. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ മക്കൾ ഒരു ലഹരിക്കും പോവില്ല, ഒരു സ്റ്റേഷനിൽ നിന്നും പിടിച്ചുകൊണ്ടിരേണ്ടി വരില്ല, ഒരു കൊട്ടേഷൻ സംഘത്തിൽ നമ്മുടെ മക്കളുണ്ടാവില്ല, നമ്മളുടെ മക്കളുണ്ടാവില്ല. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ എന്താ വേണ്ടേ? അവർക്ക് കൊടുക്കേണ്ട ദീന് കൊടുത്ത് നിസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുപോവാം. മുസ്നബി കടന്നു വരുമ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അദ്ദേഹം ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവും, കിടന്നിട്ടുണ്ടാവും. എന്നാലും റസൂൽ അന്വേഷിക്കും, അസ്സല്ലല്ലാഹു, ആ കുട്ടി നിസ്കരിച്ചോ? നമ്മുടെ മക്കളെ പറ്റി ചോദിക്കലുണ്ടോ? നിസ്കരിച്ചോ? നമ്മൾ സുബൈക്ക് വീട് പൂട്ടി കീശായിൽ ചാവിട്ട് വരണ മനുഷ്യന്മാരില്ലേ, ഉറങ്ങണ മക്കൾ ഉണർത്തണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയില്ലേ? നമ്മൾ പ്രതീക്ഷിക്കണുണ്ടോ നന്നാവുന്നത്? റസൂൽ ചോദിക്കുക, അസ്സല്ലല്ലാഹു, ആ കുട്ടി നിസ്കരിച്ചോ? മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ? വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ് വസ്സക്കാ. നിസ്കാരം കൊണ്ട് സക്കാത്ത് കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കുന്ന ആളായിരുന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അവിടെയാ പോയിന്റ്. അങ്ങനെ ആ നിസ്കാരത്തിൽ മക്കളുണ്ടോ? അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? സുബഹിയും ദുഹറും അസ്റും മഗ്രിബും ഇശാവും ആ അവ്വൽ വക്തുകളിലൂടെ വന്ന് നിസ്കരിക്കാൻ മക്കളുണ്ടോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് ആ നിസ്കാരം മക്കളെ തടയുന്നതാണ്. അവരൊരു തിന്മയിലേക്ക് പോകാൻ പറ്റില്ല, അള്ളാഹു തടയും. അതുകൊണ്ട് നിസ്കാരമാകുന്ന രൂപത്തിൽ അവരെ ശീലിപ്പിച്ചു കൊണ്ടുവാ. 7 വയസ്സ് മുതലേ കൽപ്പിക്കുക. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കാം. ആർക്ക്? 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉപദേശിച്ച വാപ്പാക്കും ഉമ്മാക്കേ അതിനുള്ള അർഹതകളുള്ളൂ. പ്രിയമുള്ളവരെ, ആലോചിക്ക. വേദന കൊണ്ട് പറയാണ്, തിന്മകളുടെ സാഹചര്യങ്ങൾ കലുഷിതമാണ്. പെട്ടെന്ന് കൈകളിലെത്തുന്ന ലഹരികളാണ്. ചോക്ലേറ്റിന്റെ രൂപത്തിലൂടെ, സിഗരറ്റിൽ ഉറ്റിക്കുന്ന ഹശീഷുകളിലൂടെ, സിന്തറ്റിക് ലഹരികളിലൂടെ, രാസലഹരികളിലൂടെ കൂട്ടുകാരൊത്ത് അറിയാതെ നുണഞ്ഞു വരുന്ന ഒരു സന്ദർഭം മതി നമ്മളുടെ മക്കൾ അടിമകളാകാനെന്നുണ്ടെങ്കിൽ. അവരെ ചേർത്ത് വെക്കാൻ, കൈവിടാതിരിക്കാൻ ഒന്നുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം തഖ്വാ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. അല്ലാഹുവേ, കല്ല് വരെ കത്തുന്ന നരകത്തിലൂടെ ഇരുമ്പിന്റെ തൂണുകളാൽ ബന്ധനസ്ഥരാക്കി വെച്ച് തൂണ് വരെ ഉരുകിപ്പോകുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിലൂടെ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ അടച്ചുമൂടപ്പെട്ട കമാനങ്ങൾ തുറക്കപ്പെടുമ്പോ എന്റെ മുന്നിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ ശരീരത്തിന്റെ തൊലികളെ 42 മുഴമായി കട്ടിവരുന്ന തൊലികളാൽ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭങ്ങളിൽ ബാപ്പാ എന്നെ രക്ഷിക്കുമോ എന്ന് പറയാ, ഉമ്മ രക്ഷിക്കുമോ എന്ന് പറയാ. ആ മക്കളെ കരയുമ്പോ ഒരു കൈ കൊടുക്കാൻ കഴിയാത്ത നാള് എന്റെ മുമ്പിലുണ്ടെന്ന് ആലോചിക്കാൻ. നന്മ തിന്മകൾ മീസാനിലൂടെ കണക്ക് കൂട്ടുമ്പോ ജീവിതത്തിലൂടെ സൗഭാഗ്യങ്ങൾ തന്ന വാപ്പ, എല്ലാ സൗകര്യങ്ങളും തന്ന വാപ്പ, ഒരു അമലിന്റെ കുറവാണ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ വാപ്പാന്റെ അമലിൽ നിന്ന് ഒന്നിനെ എടുത്തു കൊടുക്കാൻ കഴിയാത്ത ലോകമാണ് അള്ളാന്റെ പരലോകമെങ്കിൽ. കത്തിയാളുന്ന നരകത്തിന്റെ മുമ്പിൽ കാണാൻ വയ്യ. അല്ലാ, എന്റെ മക്കൾ വീടല്ല അല്ല, എന്റെ ഭാര്യമാര് വീടല്ല അല്ല, എന്റെ ഭർത്താവ് വീടല്ല അല്ല. ഈ ശരീരം ഇങ്ങനെ പരിപൂർണമായി ഉരുക്കപ്പെട്ട് സുമ്മല യമൂതു ഫീഹാ വലാ യഹ്യ, പിന്നീട് ജീവിതമില്ലാതെ മരണമില്ലാതെ ശാശ്വതമായി അനുഭവിക്കേണ്ടി വരുന്ന നാളില് 42 മുഴമെന്ന ശരീരത്തിന്റെ വേദന അറിയുന്ന തൊലി, കുല്ലമാ നദിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദ. തൊലികൾ ഇങ്ങനെ പഴുത്ത് പഴുത്ത് പാകമാകുമ്പോ അള്ളാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുമ്പോ എന്റെ മോനാണ്, എന്റെ മോളാണ്, കാലിൽ ഒരു തീപ്പൊള്ളലേറ്റ് താങ്ങാൻ പറ്റുമോ കരച്ചില്, ഹോസ്പിറ്റലിലൂടെ കൊണ്ടുപോയി ഡ്രസ് ചെയ്യുമ്പോ അവർക്കറിയുമ്പോ നെഞ്ചുപടക്കുന്ന ബാപ്പ, കത്തിച്ചു ചാമ്പലാക്കുന്ന ശരീരത്തില് എന്റെ മക്കളെ ചേരാതെ അള്ളാഹു ഓഫർ ചെയ്ത പോലെ സ്വർഗത്തിലൂടെ ഒരുമിച്ച് ചേരാൻ
അതിന് സ്വപ്നം കണ്ട് ഇൻഷാ അല്ലാഹ് ജീവിക്കണേ. മലീമസമാണ് ലോകം. ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ലോകം, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ലോകം. നമ്മൾ ആലോചിക്കണം. ലഹരി വല്ലാത്ത അപകടം. മാതാപിതാക്കളെ കൊല്ലുന്നത്, അടിക്കുന്നത്, മർദ്ദിക്കുന്നത് പ്രശ്നമല്ലാത്ത ലോകം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ദുആ ചെയ്ത യൂസഫ് സാഹിബ് നമ്മുടെ പള്ളിയും ക്ലാസ്സുമായി ഒക്കെ ബന്ധപ്പെട്ട വ്യക്തിത്വം, കിഡ്നി അദ്ദേഹത്തിനെ മാറ്റിവെച്ചു മിനിഞ്ഞാന്ന്. ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. അദ്ദേഹത്തിനും അത് ദാനം ചെയ്ത അദ്ദേഹത്തിന്റെ ഭാര്യക്കും അള്ളാഹു ശിഫ ആജിൽ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയല്ല, കോലളമ്പ് പള്ളി ഉൾപ്പെടെ എല്ലാ നന്മകളിലും ഫിനാൻഷ്യലി കഴിയുന്ന എല്ലാ മേഖലകളിലും, പക്ഷെ അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ടച്ചില്ലാത്തൊരു ഭാഗം ആ പള്ളിയിലില്ല എന്ന് പറയുന്നു. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സുലൈമാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ബൈപ്പാസ് സർജറി കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ് ICUവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിനും ഷിഫ ആജിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണ്. നമ്മുടെ മറ്റൊരു സഹോദരൻ ഹമീദ് സാഹിബ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളുടെ ഫലം. ഉമ്മയും മോനും 2 ഹോസ്പിറ്റലുകളിലൂടെ ICUവിൽ കഴിയുന്ന ഒരു സാഹചര്യം അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകി. നമ്മളൊക്കെ പ്രാർത്ഥന പരസ്പരം ഉണ്ടാവുന്ന വലിയൊരു സഹായം തന്നെയാണ്. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാ ഇന്നത്തെ സാമ്പത്തികമായ നമ്മുടെ കളക്ഷൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു കളക്ഷന് വേണ്ടി നമ്മളോട് സംസാരിച്ചു. അൽഹംദുലില്ലാ ഈ വെള്ളിയാഴ്ച നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കൊടുത്തത് 48,000 രൂപയാണ്. അൽഹംദുലില്ലാ നമുക്കങ്ങനെ പലതും കൊടുക്കാൻ നമ്മുടെ പള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മദ്രസയുടെ വർക്ക് പോലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ പള്ളിയിൽ നിന്നൊരു സഹോദരൻ പിരിവ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അൽഹംദുലില്ലാ 60,000 70,000 ബക്കറ്റിൽ വരെ വലിയ എമൗണ്ട് വീണ നാളുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ് മദ്രസയും പള്ളിയും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ഭംഗിയായി നടന്നു പോകണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇൻഷാ അള്ളാഹ് അർഹമായ രീതിയിൽ നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കറണ്ട് ബില്ല് ഒരു സുഹൃത്ത് അടച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. മറ്റൊരു വ്യക്തിത്വം നമ്മുടെ വഖഫിൻ്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത വ്യക്തിത്വം, അദ്ദേഹം ഇപ്പോൾ ഖബറിലുമാണ്. ഈ അടുത്ത നാളിൽ നമ്മൾ ദുആ ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിനെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി നൽകുമാറാവട്ടെ. മഅ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.